സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രൈസ്തവ ദേവാലയത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ചാവേർ ആക്രമണം നടത്തിയത്. ചാവേർ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 30-നോടടുക്കുന്നു. 63 പേർക്ക് പരിക്കേറ്റതായും സിറിയൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം വന്ന വിവരങ്ങൾ പ്രകാരം മരണസംഖ്യ 20 ആയിരുന്നു. പരിക്കേറ്റ ചിലരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ആക്രമണ സമയത്ത് 300-ലധികം പേർ പള്ളിയിലുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് ദമാസ്കസിലെ ക്രിസ്ത്യൻ മേഖലയായ അൽദുവൈലയിൽ സ്ഥിതി ചെയ്യുന്ന സെയിന്റ് ഏലിയാസ് ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ ആക്രമണമുണ്ടായത്. പ്രാർത്ഥന നടക്കുന്നതിനിടെയാണ് ഇത് സംഭവിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഭീകരർ പള്ളിക്കുള്ളിൽ കടന്നുവെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു. ഒരാൾ വെടിയുതിർത്ത ശേഷം സ്വയം പൊട്ടിത്തെറിച്ചു. രണ്ടാമത്തെ ആൾ വിശ്വാസികൾക്ക് നേരെ നിറയൊഴിച്ചതിന് ശേഷം ഗ്രനേഡ് എറിഞ്ഞാണ് ആക്രമണം നടത്തിയത്. ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ശരീരം ചിന്നിച്ചിതറിക്കിടക്കുന്ന അവസ്ഥയിലാണെന്ന് വ്യക്തമായിരുന്നു. സിറിയയിലെ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം മാത്രമല്ല, എല്ലാ മനുഷ്യരാശിയുടെയും അന്തസ്സിനേറ്റ ആഴത്തിലുള്ള മുറിവ് കൂടിയാണ് ഇതെന്ന് ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് തിയോഫിലോസ് മൂന്നാമൻ പറഞ്ഞു. വിഭജനം വിതയ്ക്കാനും നിരപരാധികളെ അവരുടെ വീടുകളിൽ നിന്ന് ആട്ടിയോടിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ആക്രമണം. ഇരുട്ടിന്റെ ശക്തികൾ ആസൂത്രണം ചെയ്ത ഭീകരതയുടെ വ്യക്തമായ ഒരു പ്രവൃത്തിയാണിതെന്ന് സിറിയൻ കത്തോലിക്ക പാത്രിയാർക്കീസ് ഇഗ്നേഷ്യസ് ജോസഫ് മൂന്നാമൻ പറഞ്ഞു. ആക്രമണത്തെ അപലപിച്ച് യൂറോപ്യൻ യൂണിയനും ഗൾഫ് രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ മറ്റ് ലോകരാജ്യങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം മനഃപൂർവ്വമോ അല്ലാതെയോ മറയ്ക്കുന്നു എന്നുള്ളതും ഏറെ ആശങ്ക ഉണർത്തുന്നു.